നമസ്കാരം. ഹായ് എവരി വൺ. എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നന്നായൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഇത് കാണാനായി ശ്രമിക്കുക. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പാസ്റ്റിൽ നിന്നുള്ള ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇത് എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. എന്ത് കാര്യം രണ്ടുപേർ തമ്മിൽ ഒന്നിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ആരുടെയും ഒരു പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു കോളോ മെസ്സേജോ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് നഷ്ടബോധത്തിലാണ് ഇരിക്കുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടുപോയി എന്ന് കാണുന്നുണ്ട്. ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചു എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും. ഒരു നഷ്ടബോധമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബവുമൊത്ത് സന്തോഷിക്കാനുള്ള എന്തോ നല്ല ഒരു കാര്യം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കംപ്ലീഷനാണ് തോന്നുന്നത്. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പുതിയ ക്രിയേറ്റിവിറ്റി തുറന്നുകൊണ്ടിരിക്കും. ഒരു പുതിയ സന്തോഷം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയോ വിട്ടിട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പെയിനിലൂടെയാണ് കടന്നു പോയതെങ്കിൽ അതെല്ലാം നിങ്ങൾ വിട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും പുറത്തിറങ്ങാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട്. ചില ആളുകൾ സ്വയം ഇരിക്കുന്നതായിരിക്കാം. മറ്റു ചില ആളുകൾ ട്രാപ്പായിപ്പോയതുപോലെ ഇരിക്കുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. പുറത്തേക്ക് പോകാൻ നിങ്ങൾക്കൊരു പഴുതുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ പെട്ടുപോയതായിരിക്കും. അക്കാരണം കൊണ്ട് ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റാതെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും അതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ബാക്കി കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായൊരു ഇമോഷണൽ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. ഈ വേദന കുറച്ച് സമയത്തേക്കുള്ളത് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന പെയിനാണിത്. നിങ്ങളെ ആരോ വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളെ ആരോ വിട്ടിട്ട് പോയി എന്നും കാണുന്നുണ്ട്. നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയെങ്കിൽ അതിൽ തന്നെ നിങ്ങളിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പുറത്തു പോയില്ല എന്നും കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതായാലും നന്നായി ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. ടെമ്പററി വിഡ്രോവൽ, നോട്ട് ടു ടൈം ടു ആക്ട്. ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒന്നിലും നിങ്ങൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുകയാണ്. എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിൽക്കുന്ന പേഴ്സൻ്റെ അടുത്ത് നിന്നും പിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പെയിനാണുള്ളത്. അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ എല്ലാവരും കൂടി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മുടെ മനഃശക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. എന്നാലേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ. ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ള ഒരു വേൾഡ് കാർഡാണ്. അത് സക്സസ്ഫുള്ളാണ്, കംപ്ലീഷനാണ്, വെരി ഹാപ്പിയാണ്. ചിലർ നാട്ടിലേക്ക് വരുന്നതായി കാണുന്നു. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനും ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. ആ തുടക്കം നിങ്ങൾക്ക് മിറാക്കിൾസ് കൊണ്ടുവരുമെന്ന് കാണുന്നുണ്ട്. ഒരു സന്തോഷ വാർത്ത കേൾക്കുമെന്നും ഫുള്ളി സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം, അതിനുള്ള പവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്.
നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എനർജിയുമായി ഒത്തു പോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ യൂണിവേഴ്സിന് നന്ദി പറയാൻ മടിക്കരുത്. യൂണിവേഴ്സിന് നന്ദി പറഞ്ഞെങ്കിൽ നിങ്ങളിലേക്ക് നന്മകൾ എത്തുകയുള്ളൂ. താങ്ക് യു.